എന്തുകൊണ്ടാണ് ഇവർ സനാതനധർമ്മത്തെ പകർച്ചവ്യാധി അല്ലെങ്കിൽ വൈറസ് എന്നൊക്കെ പറയുന്നത്? ശ്രദ്ധിക്കേണ്ടത്, സനാതനധർമ്മ വിരുദ്ധമായിട്ടുള്ള മാമൂൽവാദ ആശയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സനാതനധർമ്മത്തെ അവർ മോശമാക്കുന്നത്. ശ്രദ്ധിക്കുക, ഈശ്വരൻ തന്നെ സ്ഥാപിച്ച, ഈശ്വരന്റെ തന്നെ പേരോടുകൂടിയ സനാതനധർമ്മത്തെ തകർക്കാനായിട്ട് അവരുപയോഗിക്കുന്നത് സനാതനധർമ്മ വിരുദ്ധമായ ആശയങ്ങളാണ്. അർഷവിദ്യാസമാജത്തിൻ്റെ സുദർശനം കോഴ്സിൽ ഒന്നാമത്തേതിൽപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങൾ, ഒന്നാമത്തെ ഭീഷണി പറഞ്ഞിട്ടില്ലേ? ആഭ്യന്തര ഭീഷണികൾ, മാമൂൽവാദം, ദാർശനികാജീർണം, ആശയമലിനീകരണം, അജ്ഞത, പ്രമാദം, അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, അത്യാചാരം, മാമൂൽവാദം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന പല ആഭ്യന്തര ദൗർബല്യങ്ങളുണ്ടല്ലോ, നമ്മൾ തന്നെ പരിഹരിക്കേണ്ട പല കാര്യങ്ങൾ. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സനാതനധർമ്മത്തെ ഇവർ വിമർശിക്കുന്നത്. എന്നാൽ സനാതനധർമ്മത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇവർ നോക്കുന്നില്ല. സനാതനധർമ്മത്തിൻ്റെ കോർ ഫിലോസഫി അവർ പറയുന്നില്ല. ഗുരുപരമ്പരകൾ പഠിപ്പിച്ച യഥാർത്ഥ സനാതനധർമ്മ ആശയങ്ങൾ, നവോത്ഥാനാചാര്യന്മാർ, അവരൊക്കെ അവർ കാണുന്നില്ല ആ സമയത്ത്. അതാണ് രസകരമായ കാര്യം. എന്നാൽ ഇതേ സമീപനം ക്രിസ്തുമതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ കാര്യത്തിൽ കാട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ബൈബിളിലെ പഴയ നിയമം നിങ്ങൾ പരിശോധിച്ചാൽ ഏതാണ്ട് 3000-ലേറെ, ഞാൻ കണക്കൂട്ടി വച്ചിട്ടുണ്ട്, 3000-ലേറെ അസഹിഷ്ണുതാവചനങ്ങളുണ്ട്. കടുത്ത അസഹിഷ്ണുതാവചനങ്ങൾ. ദൈവം തന്നെ പറയുകയാണ്, ഞാൻ അസഹിഷ്ണുവാണ്, ജലസ് ഗോഡ്, അസൂയാലുവാണ്, ഇൻടോളറൻ്റ് എന്ന് പറയുന്നുണ്ട് യഹോവ. തൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാത്തവരോട് 3-4 തലമുറകളോട് പകപോക്കുന്നവനാണ് താനെന്നോട് പറയുന്നുണ്ട്. ഒരു ദൈവത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം മാറ്റിവെക്കുക. ഈ ദൈവത്തിൻ്റെ മാതൃക അനുയായികൾ സ്വീകരിച്ചാൽ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഒരിതര മതങ്ങളോട്, ഇതര വംശങ്ങളോടുള്ള വംശഹത്യയ്ക്ക് ആഹ്വാനം, പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പാറയിലിടിച്ചു കൊല്ലാൻ പറയുന്ന വചനങ്ങൾ, ശാപപ്രാർത്ഥനകൾ എത്രയോ ഉണ്ട്. ഖുറാനിലും ഹദീസിലും എത്രയോ ചൂണ്ടിക്കാട്ടാൻ കഴിയും. മാനവവിരുദ്ധമായ, വ്യക്തിക്കും സമാജത്തിനും എതിരായ, സ്ത്രീകളെ തരം താഴ്ത്തുന്ന, ഇതര വംശങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത, ഖുറൈശികളോട് പക്ഷപാതിത്വം പുലർത്തുന്ന, അറേബ്യയോടും ഇസ്രയേലിനോടും ഒക്കെ ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ചിന്താഗതികൾ ഖുറാനിലും ബൈബിളിലും നിരവധി കാണാം. ആരെങ്കിലും വംശീയത എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിനെങ്ങനെയെങ്കിലും മഹത്വവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ജിഹാദിനെ പോലും മഹത്വവൽക്കരിച്ചൊരു IAS കാരി വരികയുണ്ടായി. ജിഹാദ്, വ്യക്തമായിട്ട് ജിഹാദ് എന്താണെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അവർക്കത് കേൾക്കണ്ട. ആ സമയത്ത് അവർ നോക്കില്ല, ഖുറാൻ നോക്കില്ല, ഹദീസുകൾ നോക്കില്ല, അതിൻ്റെ വ്യാഖ്യാനം നോക്കില്ല. അവരുടെ മനസ്സിലുള്ള ഇസ്ലാമാണ് പറയുന്നത്. ഒരാളെ നല്ലതാക്കാനാണെങ്കിൽ നല്ലതാണ്, പക്ഷെ അവരെ പോലും അംഗീകരിക്കണ്ടേ? ഇതാണ് ഇസ്ലാം. ഈ ദിവ്യ അയ്യർ പറഞ്ഞതാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയട്ടെ. വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കാൻ, അല്ലെങ്കിൽ വേറൊരു ഭാഷ അവർ പറയും, അള്ളാഹുവിൻ്റെ ദീനിൽ കൊണ്ടുവരുവൻ, അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുവൻ. അപ്പോൾ എല്ലാവരും അംഗീകരിക്കുമല്ലോ. എല്ലാ ശ്രമങ്ങളും ജിഹാദാണ്. എല്ലാ ശ്രമങ്ങളും. യുദ്ധം അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അത് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അടങ്ങിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഒഴികെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും അണുബോംബില്ല. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ കുറച്ചുകൂടി പുരോഗമനം ആണവർ കാക്ഷിക്കുന്നത്. പുരോഗമനം, വികസനം പോലുള്ള കാര്യങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട് അവർക്ക്. ഭാരതത്തിലുള്ള പല തൊഴിൽ ശക്തിയെയും ഒക്കെ ആവശ്യമുണ്ട് അവർക്ക്.
അതുകൊണ്ട് ഇപ്പോൾ അവരങ്ങനെ രംഗത്ത് വരുന്നില്ല. ഇപ്പോൾ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ളവരാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെക്കാളേറെ ജിഹാദിന് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇവിടെയുള്ള ജിഹാദികൾ, ഗസ്വായി ഹിന്ദ്, ഇതിനൊക്കെ വെള്ളപൂശാൻ ആൾക്കാർ വരുന്നുണ്ട്. ഈ വെള്ളപൂശലൊന്നും നമുക്ക് വേണ്ട. പക്ഷെ ഉള്ള കാര്യങ്ങളെങ്കിലും കാണുവാൻ തയ്യാറാവണ്ടേ?